ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഇഫ്താറിന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൂവപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു അര കപ്പ് കൂവപ്പൊടിയാണ് ഞാനതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെ സെയിം കപ്പിൽ തന്നെ ഒരു 3.5 കപ്പ് വെള്ളം ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നല്ല പോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് മുഴുവനായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതേ സെയിം രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നത്. അതിനുശേഷം മാത്രമാണ് കേട്ടോ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതുപോലെ കൈവെക്കാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി വരുന്നതിനനുസരിച്ച് നല്ല ഒരു തിക്കായിട്ടാണ് കിട്ടുക. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂവപ്പൊടി മുഴുവനായിട്ട് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുക. നല്ല ഒരു ജെല്ലി സ്ട്രക്ചറിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറി വരുന്നത് വരെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ചൂടാറി വരുന്ന സമയത്ത് ഇതുപോലെ നല്ല ഒരു ജെല്ലി ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇതുള്ളത്. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും തന്നെ പാലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, എങ്കിലും നല്ലൊരു വൈറ്റ് കളറിലാണ് നമുക്കിതിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഇപ്പോൾ ഇവിടെ തേങ്ങാപ്പാലിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തന്നെ ആദ്യം ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും അതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 3 ഏലക്കയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. ഇനി സെയിം ജാറിലേക്ക് തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് പാൽ ചേർത്തിട്ടും സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഈ ഒരു ലൂസിലാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ല ചെറിയ പീസായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഞാനിപ്പോൾ അവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ട് ചെയ്തെടുക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ടും അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് അനാറും 2 കളറിലുള്ള മുന്തിരിയും പിന്നെ പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുതിർത്തെടുത്തിട്ടുള്ള കസ്കസുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ സംഭവം സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനായിട്ട്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ യാതൊരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്നാക്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.